നമുക്ക് വിജി തമ്പിയിലേക്ക് പോകാം. വിജി തമ്പി, അങ്ങ് കേട്ടതാണ്, പൂജാരിയുടെ വാക്കുകൾ കേട്ടതാണ്. അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ക്ഷേത്രത്തിൻ്റെ പൂജാരിയായിട്ടുള്ള അദ്ദേഹം വീണ്ടും ജീവിച്ചിരിക്കുന്നത് തന്നെ എന്തിന് എന്നുള്ള നിലയിൽ പോലും പ്രതികരിക്കുന്നത് നമ്മൾ കേട്ടതാണ്. ശ്രീ വിജി തമ്പി, ഏത് തരത്തിലാണ് ഈ വിശ്വാസികൾ ഇതിനോടൊക്കെ പ്രതികരിക്കേണ്ടത്? വിശ്വഹിന്ദു പരിഷത്തിന്റെ ഒരു അഭിപ്രായം എന്താണ് ശ്രീ വിജി തമ്പി? യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പോലീസ് സേനയുടെ അവസ്ഥ എന്താണ്? കേരളത്തിൽ ഒരു ആത്മാഭിമാനമുള്ള ഒരാൾ പോലും പോലീസിൽ പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പൊ കണ്ടില്ലേ, ഒരു DGP തന്നെ അദ്ദേഹം പോലീസ് ഉദ്യോഗം പോലും രാജിവെച്ച് അദ്ദേഹം കളഞ്ഞു. മാത്രമല്ല, എത്ര പോലീസുകാരാണ് ഈ കഴിഞ്ഞ 10-8 വർഷത്തിനുള്ളിൽ ഇവിടെ ആത്മഹത്യ ചെയ്തത്? എത്ര പേരാണ്? ആലോചിച്ച് നോക്കൂ. ആത്മാഭിമാനം. ഇപ്പൊ തന്നെ ഒരു അടുത്ത കാലത്ത് കടയ്ക്കൽ, ഈ ലോകത്ത് സംഭവിച്ചില്ലാത്ത കാര്യമാണ്. ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു SI ചാർജ് എടുത്ത് അന്ന് തന്നെ അയാൾക്ക് ട്രാൻസ്ഫർ കൊടുക്കുക. ആലോചിച്ച് നോക്കിയേ, ഇത് ഏത് നാടാണ്? ഇത് എവിടുത്തെ നിയമമാണ്? എന്താണ് ഇവിടെ ചെയ്യുന്നത്? അപ്പൊ ഇവിടുത്തെ കുറെ പിണിയാളുകൾ, ഈ പറഞ്ഞ പിണറായിയുടെ കുറെ പിണിയാളുകൾക്ക് മാത്രമേ ഇപ്പൊ പോലീസിൽ ജോലി ചെയ്യാൻ പറ്റൂ എന്നുള്ള അവസ്ഥയാണ്. ആത്മാഭിമാനമുള്ള ഒരാൾക്ക് പോലീസിൽ ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അതാണ് ആലോചിച്ച് നോക്കേണ്ടത്. അപ്പൊ ഇതിന് പിന്നിൽ പോലും, ഈ പോലീസുകാർ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തതിന് പിന്നിൽ പോലും രാഷ്ട്രീയപരമായ എന്തെങ്കിലും പരിപാടികൾ ഇതിനകത്തുണ്ട്. അതിനകത്തൊരു ഗൂഢാലോചന ഉണ്ട് എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം അല്ലെങ്കിൽ ഒരു പോലീസുകാരനാണെങ്കിൽ, ഒരു SI ആയാലും ആരായാലും, ഇനി അതാ വ്യക്തി ആരാണെന്ന് എനിക്കറിയില്ല, ആ വ്യക്തിയുടെ പേരും എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ ആണെങ്കിൽ പോലും ഇങ്ങനൊരു സ്ഥലത്ത് വന്ന് അറസ്റ്റ് ചെയ്യാൻ പെട്ടെന്ന് ഒരു വൈമനസ്യമുണ്ടാവും തീർച്ചയായിട്ടും. ഇനി ആരായാലും, അതിന് ഏത് മതത്തിൽപ്പെട്ട ആളായാലും ശരി, ഏത് ജാതിയിൽപ്പെട്ട ആളായാലും ശരി, ഇങ്ങനൊരു ക്ഷേത്രത്തിൽ കയറി പൂജാരി അറസ്റ്റ് ചെയ്യാൻ ഒരു പോലീസുകാരന്, ഒരു മനസാക്ഷിയുള്ള ഒരു മനുഷ്യന് ഒരു പുനർചിന്തനം ഉണ്ടാവും. പക്ഷെ ഇതിന് പിന്നിൽ വലിയ രാഷ്ട്രീയ രീതിയിലുള്ള പ്രേരണ ആയിരിക്കാം. അതെ, വലിയ രാഷ്ട്രീയ പ്രേരണ തന്നെ ഇതിന്റെ പിന്നിൽ ഉണ്ടാവണം. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും പോലീസ് കാണിക്കില്ല. ശ്രീ അരുൺ പോറ്റി, പോലീസ് സ്റ്റേഷനിൽ കാര്യം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇയാൾ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഈ പോലീസുകാരന് അയാൾക്ക് പണി കിട്ടും. അതുകൊണ്ട് അയാൾ ചെയ്തതായിരിക്കാനാണ് വഴിയെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇത് കൃത്യമായി അന്വേഷിച്ച് ഇത് നടപടിയെടുക്കണം. ഇത് പോലീസുകാർക്കെതിരെ അല്ല നടപടി എടുക്കേണ്ടത്. ഇതിന് പിന്നിൽ ആരെന്ന് കണ്ടെത്തി അവർക്കെതിരെ വേണം നടപടി എടുക്കാൻ. വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശമാണ്. ആരാണ് ഇതിന് നിർദ്ദേശം നൽകിയത്? അവർക്കെതിരെയാണ് നടപടിയെടുക്കേണ്ടത്.